ഹൈയോൾ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. ഒന്ന് ട്രേഡ്സ്മാൻ വെൽഡറും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ ടേണർ എക്സാമിനേഷൻസ്. ഈ രണ്ട് പരീക്ഷകളും ഈ വർഷമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു എൻഡ് ഓഫ് ദിസ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലായിരിക്കും നമുക്ക് ഈ ഒരു പരീക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഇനി വേക്കൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20+ വേക്കൻസി എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് പരീക്ഷകളാണ്. ഒന്ന് ടേണറും അതുപോലെ തന്നെ നമ്മുടെ വെൽഡർ എക്സാമിനേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെൽഫ് പ്രിപ്പറേഷൻ നടത്തുക, ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ ഇതിനു വേണ്ടി കവർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 2-3 years ആയിട്ട് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് അറിയാം ഏത് ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് നോക്കേണ്ടതെന്ന്. പക്ഷെ ഒരു അപ്കമിങ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും ഈ ITI ലെവൽ എക്സാമിനേഷൻസ് എല്ലാം തന്നെ നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തന്നെ ഭാരത് സ്കിൽസ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ തന്നെ എന്ത് കിട്ടും, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും തുടങ്ങിയ ഒരു ബേസിക് റെഫറൻസിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. നമുക്ക് റീസെന്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു 100% ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ദീസ് ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ വേറൊരു എക്സ്ട്രാ ടെക്സ്റ്റ് ബുക്ക് അവിടെ റെഫർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ നമ്മൾ കോഴ്സ് പോകുമ്പോഴായാലും പ്യൂർലി നമുക്ക് നിമി ടെക്സ്റ്റ് ബുക്സ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സസ് മുമ്പോട്ട് പോവുക. പിന്നെ റീസെന്റ് ആയിട്ട് നമുക്ക് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ഓൺ ദിസ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അതുപോലെ തന്നെ മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ ITI ലെവൽ ചോദിച്ച ചോദ്യങ്ങളായിരിക്കാം, അത് ITI എക്സാമിനേഷന് ചോദിച്ച ചോദ്യങ്ങളായിരിക്കാം. അപ്കമിങ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്, ആ ഒരു ലെവലിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് PSCയുടേത്, ഒരു 20-25% വരെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന മോഡിലാണ് നമ്മുടെ കോഴ്സ് പോവുക. ഓക്കെ, എനിവേ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒന്ന് നമ്മൾ വേക്കൻസീസ് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം നോട്ടിഫിക്കേഷൻസിൽ 16ഉം 17ഉം വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കുറച്ച് പ്രൊമോഷൻ ഓർഡറൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്രൊമോഷൻസ് ബേസ് ചെയ്തിട്ട് ഒരു 7ഓളം വേക്കൻസി വെൽഡറിലും ഒരു 4ഓളം വേക്കൻസി ടേണറിലും വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ എക്സാം നടക്കുന്നേ ഉള്ളൂ. അപ്കമിങ് ആയിട്ട് ഇനിയും വേക്കൻസീസ് വന്നേക്കാം. അപ്പോൾ എങ്ങനെയായാലും ഒരു 20+ വേക്കൻസി ടേണറിനും 30+ വേക്കൻസി വെൽഡറിനും നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഒന്ന് നോട്ട് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് bharatskills.com ആണ്. അതൊന്ന് എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. ഓൾറെഡി ഞാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് അതിൽ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നേരിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ.